ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഞ്ജു, നീ ഒന്ന് വന്നേ. ഒരു കാര്യം പറയട്ടെ. എന്തിനാ നീ ഇങ്ങനെ ഓടുന്നേ? ആ കിരണും ദുർഗയും തമ്മില് നമ്മൾ അറിയാത്ത എന്തോ ഒരു ഇടപാടുണ്ട്. അതുറപ്പാ. ഈ കാര്യം പലതവണ നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയതല്ലേ. അവസാനം നമ്മൾ കുറ്റക്കാരായി എന്ന് കരുതി ഇത് വിട്ടുകളയാൻ പറ്റില്ല. അവര് തമ്മിലുള്ള രഹസ്യബന്ധം നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ. മുത്തശ്ശിക്കും അച്ഛനും എന്നും അവളല്ലേ റോൾ മോഡല്. നമ്മളൊക്കെ അവളെ കണ്ടു പഠിക്കണമെന്നല്ലേ പറയാറ്. അങ്ങനെ ഒരു ടോക്ക് മേലാലുണ്ടാവാത്ത വിധം ദുർഗയെ നമുക്ക് തെളിവ് സഹിതം പൂട്ടണം. എന്നാലും അവളെ സമ്മതിക്കണം. യാതൊരു മടിയും കൂടാതല്ലേ അവള് നുണ പറയുന്നത്. കിരണുമായി യാതൊരു ബന്ധമില്ലെന്ന് എത്ര വട്ടം ഉറപ്പിച്ചു പറഞ്ഞതാ. അങ്ങനെ കള്ളം പറയാനുള്ള അവളുടെ മിടുക്ക പല സമയത്തും അവളെ രക്ഷിക്കുന്നതും നമ്മളെയൊക്കെ തോപ്പിക്കുന്നതും. വ്യക്തമായ തെളിവുകൾ നിരത്തി അവളെ നമുക്ക് പൂട്ടണം. പക്ഷേ അതിന് നീ എന്റെ കൂടെ നിൽക്കണം. അതിനെന്താ നിനക്ക് സംശയം? എന്തിന് നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ വാ. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അവര് പറഞ്ഞ സമയമായി. ഇപ്പൊ വരും. എല്ലാം ഓക്കെ അല്ലേ ചേട്ടാ? എല്ലാം ഓക്കെ. ചേട്ടാ, ഇത് അയാൾ തോന്നുന്നു. നോക്കിയേ. ചേട്ടാ, അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുത്. നമുക്ക് അവനെ കിട്ടിയേ പറ്റൂ. നിങ്ങൾ വാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. കുറച്ച് കുറവുണ്ട്. ഇപ്പൊ തന്നെ വാ വാ വാ. ഓരോന്നറിയാനും പറ്റുന്നില്ലല്ലോ. ഈ പൃഥ്വി എന്താ ഫോൺ എടുക്കാത്തെ? എവിടുന്ന് വരുന്നു ഇവന്മാര്?
ചേട്ടാ ഇത് അയാളുടെ കയ്യിൽ നിന്ന് വീണാന്ന് തോന്നുന്നു. വാ നിങ്ങൾ വാ. അവൻ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. ഛേ, കിരൺ വാ. വാ പോ. പൃഥ്വി, നീ ഇതെങ്ങോട്ടേ കള്ളന്മാരെ പോലെ പമ്മി പമ്മി പോകുന്നേ? എവിടെയായിരുന്നു പൃഥ്വി നീ ഇതുവരെ? നിക്കാൻ നിന്നോടാ ചോദിച്ചത്. എന്റെ നാവ് ഇറങ്ങിപ്പോയോ? നീ എന്താ പൃഥ്വി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എടുക്കാൻ ഫോൺ കയ്യിൽ വേണ്ടേ? നിന്റെ ഫോൺ എവിടെ? അറിയില്ല. അറിയില്ലേ? ഇല്ല, അവര് പിടിച്ചു മേടിച്ചോണ്ട് പോയി. ആര്? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? കാര്യം പറ പൃഥ്വി. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ കുറച്ച് പേര് ഇറങ്ങിയിട്ടില്ലേ, അവരെന്റെ ഫോൺ വാങ്ങിക്കൊണ്ട് പോയത്. എന്തിന്? അതിന് നീ എന്താ ചെയ്തേ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ചേച്ചി ചാനലിൽ വ്യാജ ന്യൂസ് കൊടുത്തതിന്റെ പേരില് പോലീസ് എന്നെയാ വേട്ടയാടുന്നേ. അവരെന്നെ ബലമായി പിടിച്ച് എന്റെ ഫോൺ തട്ടിയെടുത്തു. ചേച്ചിയുടെ ഭാഗത്തുണ്ടായ തെറ്റിന് ഞാനാ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മീഡിയ രംഗത്ത് പൂർണിമ വലിയ ആളാണെന്നല്ലേ പറയുന്നത്. എന്നിട്ട് എന്തേ സ്പെഷ്യൽ ടീമിന് ഇതിനെ പിടിക്കാൻ പറ്റാത്തത്? പൃഥ്വി, ദേഷ്യപ്പെടണ്ട. ധൈര്യം ഉണ്ടെങ്കിലേ അവരെ ആദ്യം കണ്ടുപിടിക്കും. എന്നിട്ട് മതി എന്നെ പേടിപ്പിക്കുന്നത്. തിരിച്ചു പ്രതികരിക്കില്ല എന്ന് ഉറപ്പുള്ളവരുടെ മുന്നിൽ ദേഷ്യം കാണിക്കുന്നതിലും ആളാകുന്നതിലും അല്ല കാര്യം. എന്താ ഇപ്പൊ ഒന്നും പറയല്ലേ? ഞങ്ങള് പറയുമ്പോ ആർക്കും ഇതൊന്നും വിശ്വാസം ആവില്ല. അതുകൊണ്ടാ തെളിവോടെ രണ്ടിനെ കൈയോടെ പൊക്കിയത്. നവദുർഗേ വനദുർഗേ സർവവും നീ